വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 21 അധ്യായം 4 വാക്യം. ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടോ, എൻ്റെ ക്ഷമ അറ്റുപോകാതിരിക്കുന്നത് എങ്ങനെ? ഇയ്യോബ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നത് എന്നെ ആശ്വസിപ്പിക്കുവാൻ വന്നവർ എന്ന നിലയിൽ ആ പ്രിയപ്പെട്ടവരോട് പറയുന്നു എങ്കിലും അത് എൻ്റെ ക്ഷമ അറ്റുപോകുന്ന അവസ്ഥയിലേക്കാണ് എന്നെ നയിക്കുന്നത് എന്ന് പറയുമ്പോൾ, നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും ഒക്കെ നാം പറയുന്നത് ആരോടാണെന്നും നമുക്ക് പറയാൻ കൊള്ളാവുന്ന ഇടം എവിടെയാണെന്നും വിശുദ്ധ ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 21 വാക്യത്തിലൊക്കെ യോസേപ്പ് തൻ്റെ സഹോദരന്മാരോട് ഏറ്റവും സങ്കടത്തോടുകൂടി തൻ്റെ വേദനകളൊക്കെ പറയുമ്പോൾ അതൊന്ന് കേൾക്കുവാനോ ആ വാക്ക് കേട്ടിട്ട് അതിനനുസരിച്ച് തൻ്റെ സങ്കടത്തിന് ഒരു പരിഹാരം വരുത്തുവാനോ അവർ തുനിഞ്ഞില്ല. പിന്നത്തേതിൽ അവർ പറയുകയാണ്, നമ്മുടെ സഹോദരൻ നമ്മോട് കെഞ്ചി പറഞ്ഞിട്ടും ആ സങ്കടങ്ങൾ നമ്മുടെ സഹോദരന്മാരോട് എത്രമാത്രം കെഞ്ചി പറഞ്ഞാലും അവരത് കേൾക്കണമെന്ന് നിർബന്ധമില്ലെന്ന് വ്യക്തമാക്കുകയാണ്. ലോകരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി ഈ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ അനുഭവിക്കേണ്ടി വന്ന പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന് സങ്കടത്തോടുകൂടി ന്യായാധിപൻ്റെ മുമ്പിൽ ജനസമൂഹത്തോട് ചോദിക്കുമ്പോൾ അവർക്കതിനുത്തരം പറവാനുണ്ടായിരുന്നില്ല. അവനെ ക്രൂശിക്ക എന്ന് മാത്രം പറഞ്ഞ് അവനെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ മോശയെ നാം ഒന്ന് നോക്കണം. പുറപ്പാട് പുസ്തകം 14 അധ്യായം 15 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് തന്നെ ഓർപ്പിച്ചുണർത്തുകയാണ്. ആ വാക്കുകളൊക്കെ കേട്ടിട്ട് മോശയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മോശയെ നീ ഭയപ്പെടേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആ ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് കേൾക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും പ്രാരംഭ വാക്കുകൾക്കകത്ത് സങ്കടപ്പെട്ട് നിൽക്കുന്നവരോട് യേശു കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞ് അവരുടെ ഹൃദയത്തിൻ്റെ വേദനകളെ, സങ്കടങ്ങളെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഈ ദൈവവചനങ്ങൾ എന്താ ഓർപ്പിക്കുന്നത്? നമ്മുടെ സങ്കടം പറയാനായിട്ട് നമ്മുടെ സഹോദരന്മാരുടെ അരികിലേക്ക് പോയാൽ, അയൽവാസികളുടെ അരികിലേക്ക് പോയാൽ, സഭാംഗങ്ങളുടെ അരികിലേക്ക് പോയാൽ, നമ്മുടെ സുഹൃത്തുക്കളുടെയും സ്നേഹിതരുടെയും അരികിലേക്ക് പോയാൽ അത് നമുക്ക് ആശ്വാസമായി തീരുകയില്ലെന്ന് നാം അറിയുകയും, എന്നാൽ നമ്മുടെ സങ്കടങ്ങൾ പറയാൻ കൊള്ളാവുന്ന ഇടം അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയാണെന്നും ആ സന്നിധിയിലേക്ക് നമ്മുടെ സങ്കടം പകർന്നാൽ ആ സങ്കടങ്ങൾക്കൊരു ഉത്തരം തരുന്ന ദൈവമാണ് നമുക്കുള്ളതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുൻപിൽ കടന്നു ചെന്ന് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് അവിടെ നിന്നൊരാശ്വാസം പ്രാപിച്ച് മനധൈര്യമുള്ളവരായി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയേണ്ടതിന് ഓരോ ദിവസങ്ങളും നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ദൈവത്തോട് നമുക്ക് പറയാം, ആശ്വാസം പ്രാപിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, മനുഷ്യരൊക്കെയും ഞങ്ങളുടെ സങ്കടങ്ങൾ കേട്ട് ഞങ്ങളെ പുച്ഛിക്കുമ്പോൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ കേട്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നൊരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തോട് കൂടെ വസിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം, നന്മ കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ, ആമേൻ.